ക്യൂട്ട്നെസ് വാരി വിതറുന്ന അഴകിയ രാവണി നസ്രിയ. ഈ അടുത്ത കാലത്ത് പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ വിജയാഘോഷ ചടങ്ങിൽ ഇവരുണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ, നസ്രിയ, അതിൻ്റെ കൂട്ടത്തിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന കൗമാര താരങ്ങൾ എന്ന് തന്നെ പറയാം. ഈ കൗമാര താരങ്ങൾക്കില്ലാത്ത വിവരം, കൗമാര താരങ്ങൾക്കുള്ള വിവരത്തിൻ്റെ 7 അയലോക്കത്ത് പോലും നസ്രിയയ്ക്കില്ലല്ലോ എന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. ഒരു വീഡിയോ അല്ല, പല വീഡിയോ ഉണ്ട്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവളങ്ങ് ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറുക. അല്ലെങ്കിൽ ഇവൾ ചിന്തിക്കേണ്ട, ഞാൻ കുറേ സിനിമകൾ അഭിനയിച്ചു, പല ഭാഷകളിലുള്ള സിനിമയിൽ അഭിനയിച്ചു, പലരും അറിയാവുന്നതാണ്. ഇത്രത്തോളം കാണിച്ച് നടക്കേണ്ടുന്ന കാര്യം ഇല്ല. അതായത് നഗ്നത കാണിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാനൊരു മിടുക്കിയാണ്, ഞാനൊരു സുന്ദരിയാണ്, ഞാനൊരു അഴകിയാണ്, ഞാനൊരു അഴകുള്ള രാവണിച്ചിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവളുടെ ആ ഒരു പോക്കും വരവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വളരെയധികം പേര് ശ്രദ്ധിക്കുക. അതിനുള്ള പ്രായം, പക്വത വേണ്ടേ? ഇവർക്ക് ഒരു ചെറിയൊരു പ്രായത്തിൽ നിൽക്കുമ്പോഴാണ് അവളുടെ അപ്പൻ്റെ പ്രായത്തിലുള്ള അവനെക്കാട്ടിലും സുന്ദരനോ അവനെക്കാട്ടിലും വലിയ ഒരുത്തിനോ കാണത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവളുടെ ജീവിതത്തിൻ്റെ കഥയും കാര്യങ്ങളും എല്ലാം അങ്ങ് പോയി. പിന്നെ എങ്ങനെയെങ്കിലും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരെക്കാട്ടിലും മിടുക്കിയാണ് ഞാനെന്നുള്ളത് കാണിക്കണമല്ലോ. ഇത് തന്നെയാണ് അതിൻ്റെ അകത്തെ ലക്ഷ്യം. ഓർക്കണേ, അതിൻ്റെ അകത്ത് യുവതാരങ്ങളല്ല, കൗമാരക്കാരായിട്ടുള്ള മമിത തൊട്ട് പയ്യന്മാരെല്ലാം അവിടെ ഇരിക്കുകയാണ്. അവരാണെങ്കിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ഇവള് വന്ന് അവരുടെ തോളെ കയറുന്നു, മറ്റവരുടെ തോളെ കയറുന്നു. കൂടുതലുള്ളവരെ കിട്ടിയതോ പ്രായം കുറഞ്ഞവരെ കിട്ടിയതൊന്നും ഒരു വിഷയമല്ല. ഇത്രയും ഫഹദ് ഫാസിലിനെ, അല്ലെങ്കിൽ ഫാസിൽ എന്ന് പറയുന്ന വലിയൊരു സംവിധായകനാണ്. വലിയ സംവിധായകൻ മാത്രമല്ല, പല നമ്മുടെ താരരാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന അവരെ വരെ കൊണ്ടുവന്ന് അവരെ വലിയ വിജയത്തിലാക്കിയിരിക്കുന്ന വലിയൊരു ഫാമിലിയിലേക്ക് കയറി ചെല്ലാനുള്ള യോഗ്യത ഇവൾക്കുണ്ടോ എന്നാണ് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവിടേക്ക് ചെന്നതിന് ശേഷമെങ്കിൽ ഇവൾ പക്വത കാണിക്കണ്ടേ? എന്ത് അർത്ഥത്തിലാണ് ഇവൾ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അവൾ അതിൻ്റെ അകത്ത് വാരി വിതറുകയാണ് ക്യൂട്ട്നെസ്. ഇത് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്നു, ലജ്ജ തോന്നുന്നു. കമൻറ്റ് ബോക്സിൽ പല കമൻറ്റ് ബോക്സിലെ ലെവൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള കാര്യം. ചെയ്തു പോയത് വിഡ്ഢിത്തരമായി പോയല്ലോ, അന്നങ്ങനെ കെട്ടേണ്ട കാര്യമില്ല. കെട്ടിക്കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ യഥാർത്ഥ ലെവലുകൾ അറിയുന്നത്. അപ്പോഴത്തേനും അയ്യോ ഇത്രയേ ഉള്ളായിരുന്നോ എന്നുള്ള തോന്നൽ വരുമ്പോഴത്തേനും സമയം കഴിഞ്ഞില്ലേ. സമൂഹത്തിൻ്റെ അടിമയായി, മറ്റുള്ളതിൻ്റെ എല്ലാം അടിമയായി കഴിഞ്ഞു. പിന്നെ ഇനി പുറത്ത് വരാൻ പറ്റാത്ത വണ്ണം കുളത്തിലേക്ക് താക്കോലിട്ട് പൊട്ടക്കണ്ടിലേക്ക് താക്കോലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പിന്നെ എടുക്കാനും പറ്റത്തില്ലല്ലോ. ആ ഒരവസ്ഥയിലായി നസ്രിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നസ്രിന് തന്നെ അറിയത്തില്ല. പിന്നെ കുറേ സിനിമകളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചു, പൊട്ടിപ്പാളീസായി എന്ന് മാത്രമല്ല, എന്താ പറയുക, വിവരദോഷം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നസ്രിയയുടെ പുതിയതായിട്ടുള്ള ഏത് വീഡിയോ വേണേലും എടുത്ത് നോക്കിക്കോളൂ. പ്രത്യേകിച്ച് കൂടുതലൊന്നും വേണ്ട, പ്രേമലു എന്ന സിനിമയുടെ വീഡിയോ തന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മതി. അയ്യേ എന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും ആ വിവരദോഷിയുടെ വിവരക്കേട്. ഇവിടെ നഗ്നതാ പ്രദർശനമോ അല്ലെങ്കിൽ വേഷവിധാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചീത്തവിളി തെറിയോ വിഷയത്തെക്കുറിച്ചൊന്നും അല്ല. ആ കാര്യത്തിലൊക്കെ ആ കുട്ടി മികച്ചതെന്ന് തന്നെ പറയാം. പക്ഷേ ഒരു വലിയൊരു ഫാമിലിയിലേക്ക് ചെന്നു, അല്ലെങ്കിൽ ഒരു മികച്ച ഒരു കലാകാരിയായിട്ട് തിളങ്ങി നിന്നവൾ അവൾ കാണിക്കേണ്ടതായിട്ടുള്ള ലെവല് മറന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, വിവരമില്ലാത്തതിൻ്റെ അതിപ്രസരം രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതിലൂടെയൊക്കെ.